വളരെ സുപ്രധാനം എന്ന് തന്നെ പറയാൻ കഴിയും. കാരണം ഇക്കാര്യത്തിൽ VC-മാരെ ഉപയോഗപ്പെടുത്തി സിൻഡിക്കേറ്റിന്റെ അധികാരങ്ങൾ പരിമിതപ്പെടുത്തുന്നു. ഒപ്പം തന്നെ സർവകലാശാലകളിൽ പലതരത്തിലുള്ള ഇടപെടൽ VC-മാർ നടത്തുന്നു, സിൻഡിക്കേറ്റിന്റെ അധികാരങ്ങളിൽ കടന്നു കയറുന്നു എന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾ, എന്നൊക്കെയുള്ള വിമർശനങ്ങൾ ഒക്കെ ഉയരുന്നതിനിടയിലാണ് സർക്കാർ ഇപ്പോൾ ഇത്തരത്തിൽ VC-മാരുടെ അധികാരങ്ങൾ കൂടി പരിമിതപ്പെടുത്താനുള്ള ബില്ല് ഇപ്പോൾ കൊണ്ടുവരാൻ ഒരുങ്ങുന്നത്. നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ, അതായത് നാളെ BSc കമ്മിറ്റി ചേർന്നായിരിക്കും ഇന്ന് ബില്ല് അവതരിപ്പിക്കണം എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ഏതായാലും നമ്മളിപ്പോൾ പുറത്തുവിടുന്നത് മന്ത്രിസഭ അംഗീകരിച്ച ആ ബില്ലിന്റെ കരടാണ്. ഇതിൽ വ്യക്തമാക്കുന്നത് നേരത്തെ 2 മാസത്തിലൊരിക്കൽ സിൻഡിക്കേറ്റ് യോഗം ചേരണം എന്നുള്ളതായിരുന്നു സർവകലാശാലകളുടെ ബൈലോയിൽ ഉണ്ടായിരുന്നത്. അതിൽ മാറ്റം വരുത്തുന്ന ഭേദഗതിക്കാണ് നിലവിലിപ്പോൾ സർക്കാർ ഒരുങ്ങുന്നത്. ഇതിൽ ഭൂരിപക്ഷം അംഗങ്ങൾ, അതായത് 4/3 അംഗങ്ങൾ സിൻഡിക്കേറ്റ് യോഗം ചേരണം എന്ന് VC-യോട് ആവശ്യപ്പെട്ടാൽ 7 ദിവസത്തിനകം സിൻഡിക്കേറ്റ് യോഗം ചേരണം എന്നുള്ള ഭേദഗതിയാണ് നിലവിലിപ്പോൾ കൊണ്ടുവരാൻ പോകുന്നത് എന്നുള്ള ഒരു ചട്ടം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഭേദഗതിയാണ് ഇപ്പോൾ കൊണ്ടുവരാൻ പോകുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഈ ഭേദഗതി കൂടി അംഗീകരിക്കപ്പെട്ടാൽ അത് VC-മാർക്ക് ഏത് തരത്തിലും ഇടപെടാൻ കഴിയുന്ന ഒരു നിലയിലുള്ള സാഹചര്യം ഒഴിവാക്കപ്പെടും എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ സർക്കാർ കരുതുന്നത്. ഈ ബില്ല് കൊണ്ടുവരുമ്പോൾ കേരള സർവകലാശാലയുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള വിവാദങ്ങൾ നിലനിൽക്കുകയാണ്. രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തതുമായി ബന്ധപ്പെട്ടൊക്കെ കാലങ്ങളായി അവിടെ വിവാദങ്ങൾ പുകഞ്ഞുകൊണ്ടിരിക്കുകയും ഒപ്പം തന്നെ അധികാര തർക്കം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സിൻഡിക്കേറ്റിനാണോ ഒപ്പം തന്നെ VC-ക്കാണോ അധികാരം എന്നുള്ള തർക്കമാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. അതിനിടയിലാണ് സിൻഡിക്കേറ്റ് യോഗം, അതായത് VC ഏതെങ്കിലും തരത്തിൽ ഒരു തീരുമാനം അടിയന്തര സാഹചര്യത്തിൽ കൈക്കൊണ്ടാൽ അതിൽ സിൻഡിക്കേറ്റിന്റെ അനുമതി വാങ്ങണം എന്നുള്ളതാണ്. നിലവിലത്തെ ചട്ടപ്രകാരം 2 മാസം അതിന് കാലതാമസം VC-ക്ക് കിട്ടുമെന്നുള്ളതാണ്. അതിനിടയിൽ എപ്പോഴെങ്കിലും സിൻഡിക്കേറ്റ് യോഗം വിളിച്ചു ചേർത്താൽ മതിയാകും. ആ തീരുമാനം നടപ്പിൽ ആകുമ്പോൾ 2 മാസത്തോളം ഏകദേശം ഏതെങ്കിലും ഒരു തീരുമാനം VC കൈക്കൊണ്ടു കഴിഞ്ഞാൽ അത് അത്രയും കാലതാമസം എടുക്കും എന്നുള്ളത് അത് ഒഴിവാക്കാനാണ് നിലവിലിപ്പോൾ 7 ദിവസത്തിനകം ഭൂരിപക്ഷ അംഗങ്ങൾ ആവശ്യപ്പെട്ടാൽ 7 ദിവസത്തിനകം സിൻഡിക്കേറ്റ് യോഗം ചേരണമെന്ന ഭേദഗതിക്ക് സർക്കാർ ഒരുങ്ങുന്നത്. വിവിധ സർവകലാശാലകളിൽ നിലവിൽ ചാൻസലർമാർ ആയ ഗവർണർ നിയോഗിച്ച ഈ VC-മാരാണ് നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ സർക്കാരുമായി ഒരു തരത്തിലും വഴങ്ങാതെ സർക്കാർ എടുക്കുന്ന തീരുമാനങ്ങൾ പോലും കൃത്യമായി നടപ്പിലാക്കാതെയാണ് മുന്നോട്ട് പോകുന്നത്. അതിനിടയിലാണ് നിലവിൽ എന്തായാലും VC-മാരുടെ അധികാരങ്ങൾ കൂടി പരിമിതപ്പെടുത്താനുള്ള ജ്യോതികുമാർ ചാമക്കാല, കോൺഗ്രസ് നേതാവ്, നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഈ സർവകലാശാല ഭേദഗതി ബില്ല് നാളെയോ മറ്റന്നാളോ നിയമസഭയിലേക്ക് വരികയാണ്. അതിൽ പ്രത്യേകിച്ചും വൈസ് ചാൻസലർമാരുടെ അധികാരത്തെ അത്രത്തോളം അധികാരം അവർക്ക് വേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ പോയതായി സൂചിപ്പിക്കുന്നു. ഈ ബില്ലിലെ കരട് പറയുന്നത് അങ്ങനെയാണ്. അതായത് 7 ദിവസത്തിനകം സിൻഡിക്കേറ്റ് ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായ പ്രകാരം യോഗം വിളിക്കാം എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഈ ബില്ലിലെ ഭേദഗതിയായി പറയുന്നത്. നേരത്തെ ചാൻസലറുടെ അധികാരം വെട്ടിക്കുറയ്ക്കുന്ന രീതിയിലുള്ള ഒരു ബില്ല് നിയമസഭ പാസാക്കുകയും അതിൽ ഗവർണർ ഒപ്പിടാതിരിക്കുകയും ചെയ്ത ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട്. ഈ ബില്ലിനോട് പ്രതിപക്ഷത്തിന്റെ ഒരു പ്രതികരണം എങ്ങനെയായിരിക്കും? നോക്കൂ, സർവകലാശാലയിലെ ചാൻസലർമാരെ മാറ്റുന്നതിന് വേണ്ടിയുള്ള ബില്ല് കൊടുത്തിട്ട് ഇതുവരെ അത് അംഗീകരിച്ചിട്ടില്ല. പിന്നീട് പല ഭേദഗതി ബില്ലുകളും സർവകലാശാലയുമായി ബന്ധപ്പെട്ടത് ഇപ്പോഴും പാസ്സായി കിട്ടിയിട്ടില്ല. ഇപ്പോൾ വൈസ് ചാൻസലർമാരുടെ അധികാരം വെട്ടിക്കുറയ്ക്കുന്നതിന് അല്ലെങ്കിൽ 7 ദിവസത്തിൽ നോട്ടീസ് കൊടുത്താൽ സിൻഡിക്കേറ്റ് വിളിച്ചു ചേർക്കണം എന്നൊക്കെ പറയുന്നത് പ്രായോഗികമായി നടക്കുമോ എന്ന കാര്യത്തിൽ എനിക്ക് വ്യക്തിപരമായ സംശയമുണ്ട്. കാരണം ഇവിടെ കേരളത്തിലെ 14 സർവകലാശാലകളിൽ ഇപ്പോൾ 13 സർവകലാശാലകളിലും വൈസ് ചാൻസലർമാരില്ല. ഈ വൈസ് ചാൻസലർമാരില്ലാതിരിക്കുന്നതിന് ആരാണ് ഉത്തരവാദികൾ? അപ്പോൾ സ്വാഭാവികമായും ആദ്യം ഇതിന്റെ പ്രയോറിറ്റി മാറിയിരിക്കുന്നു. ഒന്ന്. രണ്ടാമത്തേത്, ഇത്തരത്തിൽ വൈസ് ചാൻസലർമാരുടെ അധികാരം വെട്ടിച്ചുരുക്കുന്നതിന് എല്ലാ സർവകലാശാലകളുടെ ആക്ടിൽ കൃത്യമായി പറയുന്നുണ്ട് 2 മാസത്തിലൊരിക്കലെങ്കിലും സിൻഡിക്കേറ്റ് ചേരണമെന്ന്. ഈ 2 മാസത്തിനിടയിൽ മറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ, നമ്മുടെ മന്ത്രിസഭാ ഉപസമിതി പോലെ അല്ലെങ്കിൽ വകുപ്പുകൾ പോലെ തന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുണ്ട്. ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ ചേർന്ന് അടുത്ത സിൻഡിക്കേറ്റിലേക്ക് പരിഗണിക്കേണ്ട വിഷയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്ത് അതിലൊരു മിനിറ്റ്സ് തയ്യാറാക്കി ആ മിനിറ്റ്സ് ഉൾപ്പെടെയാണ് ഇത്തരത്തിൽ സിൻഡിക്കേറ്റിലേക്ക് വരുന്നത്. ഭൂരിപക്ഷങ്ങൾ ആവശ്യപ്പെടുന്നതിന്റെ പേരിൽ മാത്രം എല്ലാ ആഴ്ചയിലും സിൻഡിക്കേറ്റ് വിളിച്ചേർക്കണമെന്ന് പറഞ്ഞാൽ അത് അപ്രായോഗികമാണ് എന്നാണ് ഒരു മുൻ സിൻഡിക്കേറ്റ് പറയുന്നത് എനിക്ക് പറയാൻ കഴിയുന്നത്. 2, ഇവിടെ വൈസ് ചാൻസലർമാരും അല്ലെങ്കിൽ സിൻഡിക്കേറ്റും ഒക്കെ ഉണ്ടാകുന്നത് ചരിത്രത്തിലധികം 1937 രൂപീകൃതമായ സർവകലാശാലയാണ് കേരള സർവകലാശാല. ഇവിടെ ഒരു വൈസ് ചാൻസലർക്കെതിരെ അല്ലെങ്കിൽ ചാൻസലർക്കെതിരെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ അതിന്റെ പേരിൽ നിയമ ഭേദഗതി നോക്കൂ. ഈ LDF സർക്കാർ വന്നതിന് ശേഷം സർവകലാശാലകളിലെ നിയമത്തിൽ എന്തുമാത്രം ഭേദഗതി വരുത്തിയിരിക്കുന്നു. അത് വളരെ ലാഘവത്തോടെ ചെയ്യുന്നു എന്നുള്ള പരാതിയാണ് എനിക്കുള്ളത്. കാരണം
ഈ നിയമ ഭേദഗതികൾ എന്തെങ്കിലും കാര്യത്തിൽ ഗവർണറോ അല്ലെങ്കിൽ ചാൻസലറോ വൈസ് ചാൻസലറോ എതിർത്താൽ ഉടൻ എന്നാൽ പിന്നെ നിയമ ഭേദഗതി ആയിക്കളയാം എന്ന് കരുതുന്നത് മൗഢ്യമാണ്. ഈ നിയമത്തിനെല്ലാം അടിസ്ഥാനപരമായ ചില കാരണങ്ങളുണ്ട്. അത് 2 മാസത്തിലൊരിക്കൽ കൂടണം എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ സൂചിപ്പിച്ചതുപോലെ നിരവധി ഉപസമിതികൾ കൂടേണ്ടതുണ്ട്. സിൻഡിക്കേറ്റിന്റെ ഭൂരിപക്ഷം പറയുന്നതിന്റെ പേരിൽ മാത്രം കൂടണം എന്ന് പറയുന്നത് പ്രായോഗികമായി നടത്തിക്കൊണ്ടുപോകുക ബുദ്ധിമുട്ടായിട്ട് വരും. ഈ അജണ്ട തീരുമാനിക്കുന്നതിന്, അജണ്ട തീരുമാനിച്ച് സിൻഡിക്കേറ്റിൽ പ്ലേസ് ചെയ്യുന്നതിന്, അതിന്മേലുള്ള നോട്ടീസ് നൽകുന്നതിന് ഇതൊക്കെ സമയം വേണ്ടതുണ്ട്. അതുകൊണ്ട് ഒരിക്കൽ കൂടുക എന്ന് പറയുന്നത് പ്രായോഗികമായി ശരിയുള്ള കാര്യമാണ്.